ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെടിയിൽ നിറയെ ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം ഇത് നാലാമത്തെ പ്രാവശ്യമാണ് ഇതിൽ ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഉണ്ടാവുന്നത്. ഇതിൻ്റെ മുന്നേ 3 പ്രാവശ്യം ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഈ വർഷം ഉണ്ടായപ്പോഴും ഇതുപോലെ തന്നെ ഒരുപാട് കിട്ടിയിരുന്നു. ഇപ്പോഴും നോക്കിയാൽ കാണാൻ പറ്റും, സൈഡിലൊക്കെ ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടുകൾ കായ്ച്ചിട്ടുണ്ട്. നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ടുകൾ വളർത്തുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇതുപോലെ ഒരുപാട് ഒരുപാട് ഡ്രാഗൺ ഫ്രൂട്ടുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വേണം ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഉണ്ടാക്കാൻ. നമ്മൾ വെച്ചിട്ടുള്ളത് ടെറസിൻ്റെ മുകളിലാണ് നമ്മൾ ഡ്രാഗൺ ഫ്രൂട്ട് വളർത്തിയിട്ടുള്ളത്. നമ്മൾ ടെറസിൻ്റെ മുകളിൽ പില്ലർ പോലെ കെട്ടിയിട്ട് അതിലേക്കാണ് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ വളർത്തിയിട്ടുള്ളത്. ഇത് ഒരൊറ്റ ചെടിയിൽ നിന്നല്ല ഇത്രയും ഡ്രാഗൺ ഫ്രൂട്ട് കായ്ച്ചിട്ടുള്ളത്. ഇത് ഈ പില്ലറിൻ്റെ ചുറ്റും നമ്മൾ തൈകൾ വെച്ചിട്ട് ആ പില്ലറിലേക്ക് വളർത്തിയിട്ടുള്ളതാണ്. അതിനായിട്ട് നമ്മൾ മുകളിലൊരു ടയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ പില്ലറിലൂടെ വളരുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഈ താഴേക്ക് ഈ മറിഞ്ഞ് കിടക്കുന്ന ഈ തണ്ടുകളിലാണ് ഡ്രാഗൺ ഫ്രൂട്ടുകൾ ഉണ്ടാവുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സെൻറ്ററിൽ ടയർ വെച്ചിട്ട് അതിലൂടെ ഇങ്ങനെ പുറത്തേക്ക് മറിഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇതുപോലെ അല്ലാത്ത രീതിയിൽ സിമ്പിളായിട്ട് നമുക്ക് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ബേസണിലും ചെയ്യാം. അത് നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ബേസണിൽ മണ്ണ് നിറച്ചിട്ട് PVC വെച്ചിട്ട് അതിലും ചെയ്യാം നമുക്ക്. അതിലും ഇതുപോലെ ഡ്രാഗൺ ഫ്രൂട്ട് കായ്ക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിവിടെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളും ഒരുപാട് ഇവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ സെയിം ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തന്നെ തൈകൾ ഒരുപാട് പിടിപ്പിച്ചിട്ടുണ്ട്. ഒക്കെ വേര് വന്ന് പിടിച്ച തൈകളാണ്. ഒരു 1.5 മാസം 2 മാസത്തോളമായിട്ട് പിടിപ്പിച്ചിട്ടായിട്ടുള്ള തൈകളാണ് ഇതൊക്കെ. നമ്മൾ ഈ വീട്ടിൽ വളർത്തുന്ന ഡ്രാഗൺ ഫ്രൂട്ട് ചെടികൾ നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന ഡ്രാഗൺ ഫ്രൂട്ടുകളെക്കാളും നിറയെ നല്ല മധുരവും നല്ല ടേസ്റ്റും ഉണ്ടാവാറുണ്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡ്രാഗൺ ഫ്രൂട്ടുകൾ നമ്മൾ പറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ദിവസം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റിൽ വ്യത്യാസം വരും. നമ്മൾ പറിച്ച് അപ്പം തന്നെ കഴിക്കുമ്പോൾ അന്ന് തന്നെ കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ടേസ്റ്റ് കിട്ടില്ല. അതുപോലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുകയാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് കുറയും. പിന്നെ അതുപോലെ തന്നെയാണ് നല്ലോണം പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അറ്റത്ത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ അറ്റത്ത് ഇതുപോലൊരു വിള്ളൽ പോലൊക്കെ വരും. അപ്പോഴാണ് നല്ലോണം പാകമാകുമ്പോഴാണ് അങ്ങനെ വിള്ളൽ വരിക. അങ്ങനത്തെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ നല്ല മധുരമായിരിക്കും ഉണ്ടാവുക. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ തന്നെ സിമ്പിളായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ഡ്രാഗൺ ഫ്രൂട്ട്. ഇതിന് നമ്മളിപ്പോൾ വളമായിട്ട് കൊടുക്കുന്നത് നമ്മളെ എല്ലുപൊടി, കടലപ്പിണ്ണാക്ക്, പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കാറുണ്ട്. നമ്മൾ ഇതുപോലെ ഡയറക്റ്റ് വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ചാൽ ടെറസിൻ്റെ മുകളിലൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ കായ്കൾ കിട്ടും. ആർക്കും വലിയ മെയിൻ്റനൻസ് കാര്യങ്ങളൊന്നും ഇല്ലാതെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ വീട്ടിൽ തന്നെ.